നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നല്ല പാഠങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാ. നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല. അതാ കുട്ടിയുടെ പരാജയം. എന്താ മോളെ, എന്താ നീ ഇങ്ങനെ കേറി നിൽക്കുന്നേ? സ്കൂളിൽ ചെന്നാലും ഞാൻ ഇങ്ങനെയല്ല നിൽക്കുന്നേ. അച്ഛനത് കണ്ടല്ലേ, ഇവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. മോളെ, ഈ ടീച്ചറിന്റെ സാരിയിൽ മഷി ഉടയാനൊക്കെ പാടുണ്ടോ? അച്ഛൻ കണ്ടോ? ഇല്ലല്ലോ. ആ പത്മ ടീച്ചർ വെറുതെ പറഞ്ഞ. ശരി, നീ താഴെ ഇറങ്ങ്, എന്നിട്ട് ഈ ഭക്ഷണം കഴിക്ക്. ഞാൻ കഴിക്കില്ല. ദേ നോക്ക്, പത്മ ടീച്ചർ നിന്നെ ദ്രോഹിച്ചതിന് തക്കതായൊരു ശിക്ഷ അച്ഛൻ കൊടുത്തോളാം. അച്ഛനൊന്നും ചെയ്യില്ല, വെറുതെ പറയാ. എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അച്ഛനറിയോ, പത്മ ടീച്ചറിന്റെ മോൻ ആരെയില്ലേ, അവൻ എത്ര ഇന്നെ കളിയാക്കിയെന്നറിയോ? ശ്രേയ, അമ്മലോ എല്ലാരും ചിരിച്ചു. എല്ലാത്തിനും കാരണം ടീച്ചറാ. അച്ഛൻ എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. അല്ലെങ്കിൽ അപ്പൊ തന്നെ എന്നെ ക്ലാസ് ഒന്നും കൊണ്ടുവരില്ലേ? അച്ഛന് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞേ? ഇനി വന്നേ, വാ. അച്ഛനെ മോളല്ലാതെ വേറെ ആരാ സ്നേഹിക്കാനുള്ളത്? നിനക്ക് എന്തെങ്കിലും വന്നാ അച്ഛന് സങ്കടാവില്ലേ? നീ വന്ന് ഭക്ഷണം കഴിച്ചേ, വാ. എനിക്ക് വേണ്ട. എനിക്ക് അമ്മയില്ലാത്തോണ്ടല്ലേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ടീച്ചറോട് പോയി ചോദിച്ചേനെ. എനിക്ക് ഭക്ഷണം വേണ്ട. ഇപ്പൊ മാത്രല്ല, ഒരിക്കലും വേണ്ട. മോളെ, കല്യാണി, ഈ നാശങ്ങൾ വന്നു കയറി അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇക്കാര്യം പ്രിൻസിപ്പൽ മാഡത്തിനോട് ടീച്ചറിന് തന്നെ സംസാരിക്കാലോ. ടീച്ചർ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്ക. പ്രിൻസിപ്പള് നമ്മളോടെല്ലാം ഒരുപോലെയല്ലേ പെരുമാറുന്നത്. പിന്നെ എന്റെ മോള് ഭക്ഷണം കഴിക്കുന്നില്ല. താൻ സ്കൂളിൽ വെച്ച് നാണം കെടുത്തിയത് കാരണം എന്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. ടീച്ചറെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കുട്ടികൾക്ക് മുന്നിൽ ആളാൻ വേണ്ടിട്ടല്ലേ താൻ അങ്ങനെയൊക്കെ ചെയ്തത്? ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ മുന്നില് ഞാൻ ആള് കളിക്കുന്നത് എന്തിനാ?
ക്ലാസ്സിനൊരു രീതിയുണ്ട്. അതനുസരിക്കാത്തവരെ ചിലപ്പോ ശാസിക്കും, ചിലപ്പോ ശിക്ഷിക്കും. നല്ല രീതിയിൽ കുഞ്ഞിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. തനിക്ക് എന്റെ മോളോട് പ്രതികാരമാണ്. പ്രതികാരോ? എടോ മനുഷ്യ, വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചുപയോഗിക്കും. ആ കുഞ്ഞിനോട് പ്രതികാരം തോന്നണെങ്കിലേ ഞാൻ എത്ര ചീപ്പായിരിക്കണം. ചീപ്പാണ്. താനും തന്റെ മനസ്സിലെ ചിന്താഗതി ഒക്കെ ചീപ്പാ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പരാതിപ്പെടാനൊക്കെ എനിക്കറിയാം. പ്രിൻസിപ്പളിനെയും മാനേജ്മെന്റിനെയും ഒക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാനൊരു പരാതി എഴുതി കൊടുത്താലേ എന്താവും തന്റെ അവസ്ഥയെന്നറിയോ? എന്നെ കണ്ടാലേ ഇതൊക്കെ കേട്ട പേടിക്കുന്നവളാണ് ഞാനെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ജീവിതം എന്നെ എത്ര പേടിപ്പിച്ചെന്ന് തനിക്കറിയോ? പൊള്ളുന്ന കനലിലൂടെ എത്ര നടന്നതെന്ന് തനിക്കറിയോ? അന്ന് പേടിക്കാത്ത ഞാനാ തന്നെ പോലെ ഒരാളുടെ മുന്നിൽ പേടിക്കുന്നത്. താൻ ജീവിതാനുഭവമൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? ഞങ്ങൾ പിന്നെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണല്ലോ. ഞാൻ എന്തായിരുന്നു എന്നുള്ളത് തനിക്കറിയോ? ഞാൻ എന്ത് അനുഭവിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് തനിക്കറിയോ? അനുഭവങ്ങൾ ഉണ്ടാവുന്നതേ നല്ല പാഠങ്ങൾ പഠിക്കാനാ. നല്ല പാഠങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാ. നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല. അതാ കുട്ടിയുടെ പരാജയം. അപ്പൂപ്പൻ എന്തായി ചെയ്യുന്നേ? നമ്മുടെ കൃഷ്ണവേണി ആന്റിയുടെ മഞ്ഞൾ കല്യാണം ഇന്ന്. നമ്മുടെ പ്രിയ ചേച്ചിയുടെ അവിടേക്കുള്ള മഞ്ഞളാ. അപ്പൂപ്പനെ അവർക്ക് അരച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കും. മോളെ അവിടെ അമ്മയും മോള് മാത്രമല്ലേ ഉള്ളൂ. അരഞ്ഞത് മതിയോ എന്തോ. ദൈവമേ തകയണേ. മോളെ ഇതൊന്നും തുടരുത് കേട്ടോ. കൈ ഉടുപ്പൊക്കെ മഞ്ഞളാവും. അപ്പൂപ്പ ഇപ്പൊ വരാം. അയ്യപ്പ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.